നിങ്ങൾക്ക് താരനും മുടി കൊഴിച്ചിലും ഉണ്ടെങ്കിൽ ഇതിലും നല്ലൊരു പാക്ക് ഇല്ലെന്ന് തന്നെ പറയാം കേട്ടോ. ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും. ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾക്ക് ഭയങ്കര താരനുണ്ടെങ്കിൽ 2 ദിവസം ഉപയോഗിക്കാം. വലിയ താരനോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു ദിവസം ഉപയോഗിച്ചാൽ നല്ല റിസൾട്ടാണ് കേട്ടോ. നമ്മുടെ ഫോർഹെഡിൽ വരുന്ന മുടി കൊഴിച്ചിലില്ലേ, അതൊക്കെ മാറും. നമ്മൾ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. പേരയിലയാണ് എടുത്തിരിക്കുന്നത്. പേരയില നമ്മൾ തളിരിലയാണ് എടുക്കേണ്ടത്. ഞാനിപ്പം എടുത്തപ്പം തളിരിലയുണ്ട്, കുറച്ച് മൂത്ത ഇലയുണ്ട് കേട്ടോ. അപ്പം തളിരില എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. മൂത്ത ഇലയാണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. തളിരിലയാണെങ്കിൽ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് അരച്ചെടുക്കാനും എളുപ്പമാണ് കേട്ടോ. അപ്പം പിന്നെ അങ്ങനെ എടുക്കാം. നിങ്ങളൊരു 5-6 എടുത്താൽ മതി. ഒറ്റ യൂസിന് ഒരു 5 അല്ലെങ്കിൽ ഒരു 6 എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാഷ് ചെയ്യുമ്പോൾ അതിലുള്ള എന്തെങ്കിലും ജീവികളോ പ്രാണികളോ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് വാഷ് ചെയ്തെടുക്കുന്നത്. ഇതിന് വേണ്ടത് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് 2 വലിയ ഉള്ളി ആയതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളിയാണെങ്കിൽ, ഇതിനേക്കാളും ചെറുതാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു 4-5 എടുക്കണം കേട്ടോ. പിന്നെ ചെറിയ ഉള്ളി ഇല്ല, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സവാളയേ ഉള്ളൂ എങ്കിൽ നമുക്ക് വേണമെങ്കിൽ സവാള എടുക്കാം. ചെറിയൊരു സവാള എടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ട് ഒരു ഹാഫ് പോർഷൻ അതാണെങ്കിലും എടുക്കാം. നെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് തൈരാണ്. തൈര് നമ്മുടെ കയ്യിൽ ഉള്ള തൈര് എടുക്കുക. ഇത് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് 2 ചെറിയ സ്പൂണാണ്. കാരണം എനിക്ക് ചെറിയൊരു കോൾഡിൻ്റെ ഒരു ഇതുപോലെയൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് തൈര് പ്രശ്നമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ എടുക്കാം. വലിയ ടേബിൾ സ്പൂൺ 2-3 ടേബിൾ സ്പൂൺ എടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതൊന്ന് അരിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ജ്യൂസിൻ്റെ എക്സ്ട്രാക്റ്റ് നന്നായിട്ട് കിട്ടും. കൊത്തൊന്നും വരത്തില്ല, അല്ലെങ്കിൽ കഴുകി കളയാനും പാടായിരിക്കും കൊത്തുണ്ടെങ്കിൽ. ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങൾക്കിപ്പം പെട്ടെന്ന് കോൾഡ് വരും, എന്തെങ്കിലും ഉപയോഗിക്കുമ്പോൾ തൈരൊക്കെ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ജലദോഷം, പനി, ചുമ, തുമ്മൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തൈര് ഒഴിവാക്കണം. ഇല്ല നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഇത് ആഡ് ചെയ്യാം. പിന്നെ പേരയില കിട്ടിയില്ലെങ്കിൽ പേരയിലയുടെ പൗഡറിലില്ലേ, അത് കിട്ടും കടയിൽ. നമുക്ക് അങ്ങാടി കടയിലൊക്കെ കിട്ടും വാങ്ങാൻ വേണ്ടിയിട്ട്. അതെടുത്തിട്ട് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ചെറിയ ഉള്ളി എടുക്കുമ്പോഴും നിങ്ങൾ ക്വാണ്ടിറ്റി വേണമെങ്കിൽ കുറച്ചെടുക്കാമെന്നാണ്. തൈര് ഭയങ്കര അലർജിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ, കുറച്ച് വെള്ളം ചേർത്ത് അരച്ചാലും മതി. ഇല്ലെങ്കിൽ നമുക്ക് ഓയിലില്ലേ, നമ്മൾ തലയിൽ തേക്കുന്ന വെളിച്ചെണ്ണ ഏതാണോ അത് നമുക്ക് കാച്ചിയ വെളിച്ചെണ്ണയാവാം, സാധാ കോക്കനട്ട് ഓയിലാവാം, അത് വേണമെങ്കിലും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ജ്യൂസ് അരിച്ചെടുക്കാം, എന്നിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളോ ഉള്ളവരാണെങ്കിൽ എന്തായാലും ഇടാൻ പോകണ്ട. ഇല്ലാത്തവർക്കാണെങ്കിൽ ഒറ്റ യൂസ് തന്നെ നല്ല റെമഡിയാണ്. നമ്മുടെ ഡാൻഡ്രഫ് നന്നായിട്ട് കുറയും. നമ്മുടെ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് ഒത്തിരി മുടി പൊഴിയുന്ന ആൾക്കാരാണെങ്കിൽ അത് കുറയും. എനിക്ക് ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ സ്കാൽപ്പിലുള്ള ചെറിയ കുരുക്കൾ പോലെയൊക്കെ താരം വന്നിട്ട് അങ്ങനെയൊക്കെ വരത്തില്ലേ, അത് മാറാനും നമ്മുടെ ചെറിയുള്ളി ഹെൽപ്പ് ചെയ്യും. ചെറിയുള്ളിയിൽ സൾഫർ അടങ്ങിയിട്ടുണ്ട്. സൾഫർ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലെ ഇൻഫെക്ഷൻസ് കുറയ്ക്കാനും മുടി കൊഴിച്ചിൽ തടയാനും മുടി ഇഴകളെ ബലപ്പെടുത്താനും മുടിയുടെ തിളക്കം കൂട്ടാനും അതുകൊണ്ട് തന്നെ നര കുറയ്ക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്യും. അങ്ങനെ മുടി നല്ല ആരോഗ്യത്തോടെ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ചെറിയ ഉള്ളി. അപ്പോൾ നിങ്ങൾ അതും കൂടി ആഡ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും. പിന്നെ നമ്മുടെ തൈരെന്ന് പറയുന്നത് നമ്മുടെ മുടിയെ മോയ്സ്ചറൈസ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഉള്ളി ഉപയോഗിക്കുമ്പം ഭയങ്കര തുമ്മലും ഇറിറ്റേഷൻസും വയ്യായികയൊക്കെ വരും. തൈര് ഉപയോഗിക്കുമ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും എന്നുണ്ടെങ്കിൽ അത് രണ്ടും ഒഴിവാക്കണം കേട്ടോ. നമ്മുടെ ഹെൽത്താണ് ഫസ്റ്റ്, എന്നിട്ടേ ബാക്കി എല്ലാം ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അതെന്തായാലും നോക്കണം കേട്ടോ. നിങ്ങൾക്ക് വയ്യായിക എല്ലാം ഉണ്ട്, ഇപ്പോൾ എനിക്ക് താരനാണെന്ന് പറഞ്ഞ് ഇത് തേക്കരുത്. അതിന് പകരം ഏതെങ്കിലും ഒരു ഷാമ്പു ഉപയോഗിക്കുക, എന്നിട്ട് കുളിക്കുക. ജലദോഷമുള്ള സമയം, കോൾഡ് പിന്നെ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇതൊന്നും ഉപയോഗിക്കാൻ പോകണ്ട. അതൊക്കെ കുറഞ്ഞിട്ട് നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ വീക്കിലി 2 തവണ, നല്ല താരനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ 2 തവണ ഉപയോഗിക്കാം. ഇല്ല കുറച്ച് താരനൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 തവണ ഉപയോഗിച്ചാൽ മതി. നല്ല റിസൾട്ടാണ്. ഈ പാക്ക് ഉപയോഗിച്ചിട്ടുള്ള മിക്കവർക്കും താരൻ്റെ ഇറിറ്റേഷൻസൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ മുടി കൊഴിച്ചിലും കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫോർഹെഡിൽ വരുന്ന മുടി കൊഴിച്ചിൽ അതൊക്കെ മാറാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പിന്നെ നിങ്ങൾ എന്തായാലും ഇതിന് മുന്നേ ഞാൻ ഒരു താളിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. 2-3 വീഡിയോസ് കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കും. നല്ല റിസൾട്ടാണ്. യൂഷ്വലി ഞാൻ ചെയ്യുന്ന പാക്കുകളില്ലേ, താളി, അതുപോലെ നമ്മുടെ ഹെയർ കെയർ പാക്കുകളാണ് ഞാൻ എന്നും ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന പാക്കുകളാണ് അതിലിട്ടേക്കുന്നത്. അതെന്തായാലും നല്ല റിസൾട്ടായിരിക്കും.
നിങ്ങൾക്ക് കിട്ടാൻ പോണത്. പിന്നെ ഞാനിപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞു, മുടി ചെറുതായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ലതായിട്ട് എനിക്ക് നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കുന്ന പോലെ ഫീൽ ചെയ്തു. കാരണം എന്ന് പറയുന്നത് നമ്മൾ തൈരാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു പാക്ക് നല്ല റിസൾട്ട് തരും കേട്ടോ. നിങ്ങൾ നല്ല ധാരണയൊക്കെ ഉണ്ടെങ്കിൽ 2-3 ദിവസം ഉപയോഗിക്കാം. ഇല്ല കുറച്ച് ധാരണയേ ഉള്ളൂവെങ്കിൽ ആഴ്ചയിൽ 1 ദിവസം ഉപയോഗിച്ചാൽ മതി കേട്ടോ. പിന്നെ ഞാൻ തൈര് കുറച്ചേ ഉപയോഗിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ മുടി ഒരു ഓയിൽ കണ്ടൻറ്റ് കുറവാണ്. കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കോൾഡിൻ്റെ ആ ഒരു ഇതുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചൊരു ഓയിൽ ജസ്റ്റ് ഒന്ന് കയ്യിൽ സ്പ്രെഡ് ചെയ്തിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മുടിയൊക്കെ ഒന്ന് മോയ്സ്ചറൈസ് ആക്കി ഒരു മാനേജബിൾ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് മാത്രം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ആൽമണ്ട് ഓയിലോ ഒലിവ് ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാമേ. പിന്നെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കുകളാണ് എല്ലാം തന്നെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു കണ്ടന്റുമായിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ലവ് യു ഓൾ, താങ്ക് ഫോർ വാച്ചിങ്, ബൈ.